ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 15 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗൾ എടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് 200 ഗ്രാം വരുന്ന പനീർ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി പനീറിൻ്റെ എല്ലാ വശത്തും അരപ്പത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അടുപ്പത്തോട്ടൊരു പാത്രം വയ്ക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പനീറിൻ്റെ ഒരു സൈഡെല്ലാം ആയി വരുന്ന ടൈമിൽ മറിച്ചിട്ട് അടുത്ത സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം പനീറെല്ലാം കോരി മാറ്റാം. ഇപ്പം എല്ലാ പനീറും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ഇനി കോരി മാറ്റാം. ഇനി വേറൊരു പാത്രം അടുപ്പത്തോട്ട് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വരുന്ന ടൈമിൽ 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം തന്നെ 5 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് തന്നെ 2 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വാടി വന്ന ഉള്ളിയിലേക്ക് 3 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വേവുന്നത് വരെ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുക്കാം. ഇനി ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും തന്നെ ലംസ് ഇല്ലാണ്ട് വേണം അരച്ചെടുത്ത് കൊണ്ടുവരാനായിട്ട്. ഇനി നേരത്തെ തന്നെ പനീർ ഫ്രൈ ചെയ്ത ആ ഒരു എണ്ണയിലേക്ക് കുറച്ച് ബട്ടറും ചേർത്ത് 1/4 ടീസ്പൂണിന് താഴെ ജീരകവും 1 പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞ ഒരു ചെറിയ സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത്രയും ആയി കഴിഞ്ഞാൽ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂണോളം ജീരകപ്പൊടി ഇത്രയും ചേർത്ത് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഒണിയൻ ടൊമാറ്റോ പേസ്റ്റ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ച കാഷ്യൂ നട്ട് പേസ്റ്റാക്കി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിനൊപ്പം തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. 3/4 കപ്പ് മുതൽ 1 കപ്പ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ലൂസായി പോവരുത്, കൺസിസ്റ്റൻസി കറക്റ്റ് ആവില്ല. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ക്രീം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് പറയുന്നത്. 1/2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഫ്രഷ് ക്രീം കയ്യിലുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ ഇനി നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനൊപ്പം തന്നെ 1 ടീസ്പൂണോളം കസ്തൂരി മേത്തി പൊടിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പനീറൊന്നും ഒട്ടും ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.